തൊട്ടാൽ വാടും എന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത്. നിങ്ങൾക്ക് വേദനിക്കും എന്നറിയുന്നതുകൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത്. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും, നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. മനുഷ്യനേക്കാൾ സ്വാർത്ഥതയുള്ള മറ്റാരുമില്ല ഈ ലോകത്ത്. അവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ മറക്കുന്നു. അവർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഗുണങ്ങൾ മറക്കുന്നു. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സങ്കടവും സാഹചര്യവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. ചിലപ്പോഴൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് വാശിയാണ്. നമ്മൾ തോറ്റു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണം എന്ന വാശി. നമുക്ക് നാം മാത്രമാണ് ഉള്ളതെന്ന് സ്വയം തിരിച്ചറിയുക. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും കൈവിട്ടു പോകാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ സ്വയം ആശ്വസിപ്പിക്കണം. കാരണം നമ്മളെ ആശ്വസിപ്പിക്കാനും സമാധാനം നൽകാനും ഈ ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിയിച്ചു തന്ന് സഹായിക്കാനാണ്. ചില ഉറച്ച തീരുമാനങ്ങൾ സ്വയം എടുക്കേണ്ടുന്ന അവസരങ്ങളിൽ മാറി നിൽക്കുകയും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പലർക്കും സ്വന്തം ജീവിതം നഷ്ടമാകുന്നത്. മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവൻ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. സ്നേഹിച്ചിട്ടുണ്ടോ എന്നല്ല, സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന തിരിച്ചറിയാനാണ് പ്രയാസം. ജീവിതത്തിൽ എത്ര നല്ല മനുഷ്യരെ നിങ്ങൾ കണ്ടുമുട്ടി എന്നതല്ല, നിങ്ങളിലെ മനുഷ്യനെ എത്രപേർ കണ്ടുമുട്ടി എന്നതാണ് പ്രധാനം. മറ്റുള്ളവർ എന്ത് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ തൃപ്തിയല്ല, നമ്മുടെ സംതൃപ്തിയാണ് നമുക്ക് പ്രധാനം. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും മനസ്സിലാകില്ല. അതൊരുപക്ഷെ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സാമീപ്യം എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വെല്ലുവിളികൾ ഏറ്റെടുക്കുക. വിജയിച്ചാൽ നിങ്ങൾക്ക് അതിൽ സന്തോഷിക്കാം. പരാജയപ്പെട്ടാൽ അത് നൽകിയ പാഠം അടുത്ത വിജയത്തിനായി ഉപയോഗിക്കാം. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സ്വതന്ത്രമാക്കി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. 1. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. 2. സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ അനാവശ്യമായി ഇടപെടുത്താതിരിക്കുക.